ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും മനോഹരവും മൃദുലവുമായ വസ്ത്രങ്ങളിലൊന്നായ സിൽക്കിൻ്റെ കഥയാണ്, അഥവാ പട്ടിൻ്റെ കഥ. ഇത് ചരിത്രവും സംസ്കാരവും വാണിജ്യവും ഐശ്വര്യവും എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു സാങ്കേതികവും കലാപരവുമായ സൃഷ്ടിയാണ്. പട്ടിൻ്റെ കഥ ചൈനയിൽ തുടങ്ങുന്നു. ചൈനയുടെ അനേകം രാജവംശങ്ങൾ പട്ടിൻ്റെ തന്ത്രങ്ങൾ പകർന്നു വെച്ചുവെന്നാണ് വിശ്വാസം. പ്രത്യേകമായ പട്ടുനൂൽ പുഴു അഥവാ സിൽക്ക് വാം ഉപയോഗിച്ചാണ് ചൈനക്കാർ പട്ടു നിർമ്മാണം നടത്തിയിരുന്നത്. സിൽക്ക് ആദ്യം ചൈനക്കാരുടെ രാജവംശത്തിലും ധനികർക്കും മാത്രമായിരുന്നു. പട്ടിൻ്റെ പ്രസിദ്ധി ചൈനയിലുള്ള കിളിക്കൂട്ടിൽ നിന്നും വരെ എത്തി. സിൽക്ക് റോഡ് വഴി മധ്യ ഏഷ്യ, ഇന്ത്യ, ജപ്പാൻ, യൂറോപ്പ് വരെ വ്യാപിച്ചു. സേനാനികൾ, വ്യാപാരികൾ, ചാരന്മാർ എന്നിവരുടെ കൈമാറ്റത്തിലൂടെയാണ് പട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിയത്. ഇന്ത്യയിലെ പട്ട് നിർമ്മാണവും വ്യാപാരവും പ്രാചീന കാലത്ത് തന്നെ വളർത്തപ്പെട്ടിരുന്നു. മൈസൂർ, കൊൽക്കത്ത, ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ സിൽക്ക് തന്ത്രങ്ങളും പരമ്പരകളും സമ്പന്നമായി വളർന്നു. രാജവംശങ്ങൾ പട്ടുവസ്ത്രങ്ങളെ പ്രത്യേക ആഘോഷങ്ങളിലും രാജകീയ ചടങ്ങുകളിലുമാണത്രേ ധരിച്ചിരുന്നത്. പട്ട് വെറും വസ്ത്രമല്ല, ഓരോ ഭേദഗതിയും സാംസ്കാരിക പ്രസക്തിയെയും പ്രതിഫലിക്കുന്നു. സാരി, ലെഹങ്ക, ഷർട്ടുകൾ, ഓരോ ഭേദഗതിയും അവരുടെ സംസ്കാരത്തെ കാണിച്ചു തരുന്നു. പട്ട് നാടൻ കലകളിലും നൃത്തവസ്ത്രങ്ങളിലും വിവാഹങ്ങളിലുമുള്ള പ്രധാന വസ്ത്രമായി മാറിയിട്ടുണ്ടെന്ന്. ഇന്നത്തെ കാലത്ത് ലോകത്ത് സിൽക്ക് ആധുനിക ഫാഷൻ, ബ്രാൻഡിംഗ്, അന്താരാഷ്ട്ര വാണിജ്യത്തിലൂടെയും വിലമതിച്ചിരിക്കുന്നു. പരിസ്ഥിതി സൗഹൃദ പട്ട്, സുസ്ഥിര വസ്ത്രനിർമ്മാണം തുടങ്ങിയ ആശയങ്ങളും ഇക്കാലത്ത് ശ്രദ്ധേയമായിരിക്കുന്നു. പട്ട് ലോകത്തിലെ ആഡംബരവും സമ്പന്നതയും പ്രതിഫലിക്കുന്നു. പട്ടിൻ്റെ യാത്ര നമ്മെ ചരിത്രത്തിലൂടെ, സംസ്കാരത്തിലൂടെ, ഫാഷനിലൂടെയും കൂട്ടിച്ചേർക്കുന്നു.